സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. അല്പസമയ ചിന്തയ്ക്ക് ഒരു തിരുവചനം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 53 വാക്യം 3. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായത്തിൽ അവൻ എന്ന് തുടങ്ങുന്ന ഈ പ്രവാചക സന്ദേശം യേശുക്രിസ്തുവിനെ കുറിച്ച് അഥവാ ദൈവപുത്രനെ കുറിച്ചുള്ളതാണ്. ക്രിസ്തുവിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന, പ്രവാചക ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു ശക്തനായ ദൈവദാസനായിരുന്നു അഥവാ പ്രവാചകനായിരുന്നു യെശയ്യാവ്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷാകാലത്ത് ദൈവം യെശയ്യാ പ്രവാചകന് വളരെയധികം ദൈവിക വെളിപ്പാടുകൾ നൽകുകയുണ്ടായി. പ്രത്യേകിച്ച് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വളരെയധികം വെളിപ്പാടുകൾ യെശയ്യാ പ്രവാചകന് ദൈവം നൽകുവാനിടയായി. അതിൽ യേശുവിൻ്റെ ജനനസ്ഥലം, യേശുവിൻ്റെ ജനനം, മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിത്യാദി യേശുവിൻ്റെ ഈ ലോകത്തിലെ ജനനം മുതൽ പുനരുത്ഥാനം വരെയുള്ള കാര്യാദികളെ അഥവാ ചരിത്ര സത്യങ്ങളെ യെശയ്യാ പ്രവാചകൻ പ്രത്യക്ഷമായും പരോക്ഷമായും ദർശിച്ചിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും ഈ പ്രവാചക പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായത്തിലേക്ക് വരുമ്പോൾ ക്രൂശിൻ്റെ ചുവട്ടിലേക്കാണ് നാം പോകുന്നത്. ക്രിസ്തു എന്ന ദൈവപുത്രൻ യാഗമായി തീരുന്ന ദർശനമാണ് നാം കാണുന്നത്. യേശു ക്രിസ്തു ലോകാരംഭം മുതൽ മാനവരക്ഷയ്ക്കായി വധിക്കപ്പെട്ട ഒരു കുഞ്ഞാടാണെന്ന് വേദപുസ്തകം വെളിപ്പെടുത്തുന്നു. സ്നാപയോഹന്നാൻ കടന്നു പോകുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നെടുക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് വെളിപ്പെടുത്തുകയുണ്ടായി. ആ കുഞ്ഞാട് ഇതാ വധിക്കപ്പെടുവാൻ, ക്രൂശിക്കപ്പെടുവാൻ പോവുകയാണ്. ഈ നോമ്പുകാല ചിന്തകളിൽ ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം യേശു കർത്താവ് അനുഭവിച്ച വളരെയധികം പങ്കപ്പാടുകൾ, പീഡനങ്ങൾ ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 വാക്യത്തിൽ യേശു മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടതും ത്യജിക്കപ്പെട്ടതും വ്യസനപാത്രമായതും രോഗം ശീലിച്ചവനായിരുന്നതും യേശുവിനെ കാണുന്നവർ മുഖം
മറിച്ചു കളയത്തക്കവണ്ണം നിന്ന പരിഹാസ പാത്രമായി മാറിയതും നാം കാണുന്നു. അതെ, ഈ അവസ്ഥയിലെല്ലാം ദൈവപുത്രൻ ആയിത്തീരുവാൻ കാരണമെന്താണ്? അതെ, മാനവരാശിയുടെ പാപം. മാനവരാശിയുടെ പാപം ക്രൂശിന്മേൽ ഒരു വലിയ ഭാണ്ഡക്കെട്ടായി അഥവാ ഭാരമായി ചുമക്കുവാൻ പിറക്കപ്പെട്ട ദൈവപുത്രൻ ഇതാ ആ പാപ ഭാരവുമായി നിന്ദിക്കപ്പെടുകയാണ്, വ്യസനിക്കപ്പെടുകയാണ്, ക്രൂശിലേക്ക് നടന്നെടുക്കുകയാണ്. ആമേൻ, ആമേൻ. രക്ഷിത